സ്നാനത്തിന്റെ എന്തൊക്കെയാണ്, എങ്ങനെയാണ്? ഓക്കെ, കുംഭസ്നാനം 12 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. നമുക്കറിയാം പ്രയാഗ്രാജിലും ഉജ്ജയിനിലും അവിടെ ഇവിടെയൊക്കെ 12 വർഷത്തിലൊക്കെ നടക്കുന്ന ആ ഒരു നമ്മുടെ കുംഭമേള നടക്കുമ്പോൾ തന്നെ ആയിരുന്നു 12 വർഷത്തിലൊരിക്കൽ ഇവിടെ മഹാമാഘ മഹോത്സവം നടന്നുകൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാനാവില്ല. തിരുനാവായയിൽ കുംഭമേള അല്ലെങ്കിൽ മാഘ ആഘോഷം നടക്കട്ടെ, നല്ല കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ചുറ്റുമുള്ള സമൂഹങ്ങൾക്ക്, ചുറ്റുമുള്ള ആളുകൾക്ക്. എന്നാൽ ഈ സന്യാസിനി എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നത് അവിടെയൊക്കെ കുംഭമേള നടക്കുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു ഇവിടെയും നടന്നിരുന്നത് എന്നുള്ളതാണ്. പ്രശ്നമുണ്ട് ചേച്ചി, പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ കുംഭമേളയും ഇവിടുത്തെ മാഘമഹോത്സവവും തമ്മിൽ ഇവർ പറയുന്നത് ഭയങ്കര ബന്ധമുണ്ടെന്നാണ്. അത് ബന്ധമില്ല. നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് പരിശോധിക്കാം. ചരിത്രപരമായിട്ട് ഹിസ്റ്റോറിക്കൽ ഫാക്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഈ രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം മഹാമാഘ മഹോത്സവം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തില് ഈ തിരുനാവായ മണപ്പുറത്ത് നടന്നിരുന്ന മഹാമാഘ മഹോത്സവം, മാമാങ്കം എന്നൊക്കെ പറയപ്പെടുന്ന അത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു അന്താരാഷ്ട്ര വാണിജ്യ മഹോത്സവമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ വിചാരിക്കുന്നു. ബിസിനസ് ഒരു അന്താരാഷ്ട്ര വാണിജ്യ മഹോത്സവമായിരുന്നു. അവിടെ ബിസിനസ് ആയിരുന്നു നടന്നിരുന്നത്. അതായിരുന്നു അതിന്റെ ബേസ്. അതിന്റെ കൂടെ ഒരുപാട് സാംസ്കാരിക പരിപാടികള്, നിങ്ങളിപ്പോ ദുബായ് ഫെസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന കുറെ പരിപാടിയില്ലേ, അവിടെ അറേബ്യയിൽ നിന്നും ചൈനയിൽ നിന്നും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ അവിടേക്ക് വരും. ആ ഫെസ്റ്റിൽ പങ്കെടുക്കും. അവരുടെ ബിസിനസ് അവിടെ അവർ ഓൺ ചെയ്യും. അതിൽ നിന്ന് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നൊക്കെ അവർ ശ്രമിക്കും. ഇങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ഈ ഒരു മാമാങ്കത്തിന്റെ ഭാഗമായിട്ട് തിരുനാവായ ആ ഒരു മണപ്പുറത്ത്, ആ ഒരു പുഴയോരത്ത് നടന്നിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം ഒന്ന് മനസ്സിലാക്കുക. വെറുതെ അങ്ങണ്ട് ചരിത്രത്തൊക്കെ മറന്നുകൊണ്ട് പറയുന്ന എന്തെങ്കിലും അംഗത്തരങ്ങൾ അത് മാത്രമാണ് ശരി എന്നൊക്കെ പറയുന്നതും അത് ഒരുപാട് പേരൊക്കെ അത് വിശ്വസിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന വെച്ച് കഴിഞ്ഞാല് കേരളമൊക്കെ 5ന്റെ പൈസക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു നാടൊക്കെ ആയിട്ട് മാറണ്ടേ. അപ്പൊ നമുക്കതിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയായാലും അങ്ങനത്തെ ഒരു സാംസ്കാരിക പരിപാടിയായിരുന്നു നടന്നിരുന്നത്. എന്തായാലും ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ തിരുനാവായ മണപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. അവരുടെ പ്രോഡക്റ്റുകളൊക്കെ ആയിട്ടാണ് അവർ വന്നിരുന്നത്. അവർ ആ പ്രോഡക്റ്റുകളൊക്കെ വിറ്റിരുന്നു. അതുപോലെ ഈ നാട്ടിൽ തന്നെ ഉള്ള ഉൽപ്പന്നങ്ങൾ അതും അവിടെ തന്നെ അവര് വിൽപ്പന നടത്തിയിരുന്നു. ഇത് മാത്രമല്ല, നർത്തകന്മാര്, നർത്തകിമാര്, പോരാളികള്, മറ്റു കലാകാരന്മാര്, ഇവരെ പ്രദർശനമൊക്കെ ഉണ്ടാവും. നമ്മള് ഒരു സ്കൂൾ കലോത്സവം നടക്കുന്ന പോലത്തൊക്കെ അങ്ങനെ ഇവരെ പ്രദർശനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അംഗവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാമാങ്കം എന്നത് മാമാങ്കമായിട്ട് മാറിയത്. ഏകദേശം ഒരു 18ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് അവസാനത്തെ സാമൂതിരി ആത്മഹത്യ ചെയ്തോട് കൂടിയിട്ട് ഈ മാമാങ്കം അവസാനിച്ചു എന്നുള്ളതാണ് ചരിത്രം. അവസാനത്തെ സാമൂതിരി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ടിപ്പുവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിനിടയിൽ നിന്ന് കമന്റ് അടിച്ചാൽ മതി. കൂടുതൽ കമന്റ് ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരു കമന്റ് ആണെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് തന്നെ അറിയണ്ടേ. അതുകൊണ്ട് ആ ഒരു അവസാനത്തെ സാമൂതിരി മരിച്ചോട് കൂടിയിട്ട്, ആത്മഹത്യ ചെയ്തോട് കൂടിയിട്ട് ഈ മാമാങ്കം അവസാനിക്കുന്നു കേട്ടോ. പിന്നീട് ഈ മഹോത്സവം അങ്ങനത്തെ ഒരു സംഗതി നടന്നിട്ടില്ല. മാഘമഹോത്സവം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മഹാമാഘ മഹോത്സവത്തെ കുംഭമേളയുമായിട്ട് എന്താ പറയാ ഒരു തരത്തിലും ഉപമിക്കരുത്. രണ്ടാണെന്നേ. ഇവിടെ നടന്നത് വാണിജ്യമായിരുന്നെങ്കിൽ നമ്മുടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും ഉജ്ജയിനിലൊക്കെ നടത്തപ്പെട്ടത് കുംഭമേളയാണ്. അതൊരു ആത്മീയ ഉത്സവമാണ്. സത്യം, ഈ പറയുന്ന സന്യാസിമാർക്കൊക്കെ പങ്കെടുക്കാവുന്ന ഒരു ആത്മീയ ഉത്സവമാണ് അവിടെ നടന്നിരുന്നത്. എന്തൊക്കെയായാലും കുംഭമേള നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നതായിട്ടോ, അങ്ങനത്തെ ഒരു കുംഭമേള ഭാഗമായിട്ട് ഒരു ആരതി നടന്നിരുന്നതായിട്ടോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയുന്നു, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് സത്യം പറയാലോ, ഈ ആയ്മ പറയുന്നത് തെറ്റാണ്. അപ്പൊ ഇതിനും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കണക്ഷൻ ഉണ്ട്. അവിടുത്തെ ത്രിവേണി സംഗമത്തിലെ സ്നാനം, ഇവിടെ അത് 7 നദികളുടെ സംഗമം. അതുകൊണ്ടാണ് ഇതിന് ഭാരതത്തിന്റെ പുഴയായിട്ട് മാറുന്നത്. അവിടെ ഉത്ഭവമാണെങ്കിലും മറ്റ് നദികളെല്ലാം ചേർന്ന് ഇവിടെ 7 നദികൾ ഒന്നിച്ചിട്ടാണ് ഭാരതപ്പുഴയായിട്ട് മാറിയത്. ഈ ഭാരതപ്പുഴയിൽ അന്നത്തെ കാലത്ത് സ്നാനം, കുംഭസ്നാനം എല്ലാം നടന്നിരുന്നു. ഇവിടെ നമ്മുടെ മഹാമേരുവിന്റെ ഒരെതൾ
അതെ 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 അതെ, ഈ കുംഭസ്നാനം നടന്നിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞു, അങ്ങനെ നടന്നിട്ടില്ല. ഇതൊരു വ്യാപാരമായിരുന്നു അവിടെ നടന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്ന ആളുകൾ, ചേകന്മാര്, അവരുടെ കൊലപാതകങ്ങൾ, അവർ കൊണ്ടുപോയി അടക്കം ചെയ്ത സ്ഥലങ്ങൾ, ഇങ്ങനെ ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാൻ ഇത് പറഞ്ഞു മടുത്തുകൊണ്ടാണ് ഇനി ഇവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഈ കുംഭമേള എന്നൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞ ഉജ്ജയിനിൽ മറ്റൊക്കെ നടന്നിരുന്നത്, ഈ കുംഭമാണ് അതിന്റെ വിഷയം. എന്ന് വെച്ചാൽ രാമരാവണ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അമൃത് ഉണ്ടാവുകയും അമൃത് പൊന്തി വരികയും അമൃത് രാവണന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും പിന്നീട് ആ രാവണന്മാരിൽ നിന്ന് ആ അമൃത് കിട്ടാൻ വേണ്ടി വിഷ്ണുവിനെ കണ്ടെത്തുന്നു. വിഷ്ണു ഒരു സ്ത്രീ വേഷം ധരിച്ചിട്ട് ആ അമൃത് കുംഭം കൊണ്ടുവരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ദ്രന്മാരും ഒപ്പം തന്നെ രാവണന്മാരും തമ്മിൽ ഗംഭീര ഒരു യുദ്ധം ഉണ്ടാവുകയും ആ ഒരു 12 ദിവസത്തോളം നീണ്ടുന്ന യുദ്ധത്തിനിടയ്ക്ക് ഈ കുംഭം കൊണ്ട് പറക്കുകയായിരുന്നു ഗരുഡ് എന്ന് പറയുന്ന പക്ഷി. അങ്ങനെ ആ പറക്കുന്നിടയ്ക്ക് 4 സ്ഥലത്ത് വിശ്രമിച്ചു. ആ 4 സ്ഥലത്ത് വിശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് കുംഭത്തിൽ നിന്ന് അമൃത് ആ നദിയിലേക്ക് ഒഴിച്ചു വിടുകയും ചെയ്തു. ഇങ്ങനെ ആ ഏതൊക്കെ നദിയിലേക്കാണോ ഈ കുംഭത്തിൽ നിന്ന് അമൃത് ഇറ്റി വീണത് അവിടൊക്കെ വെച്ചിട്ടാണ് ഈ മഹാസ്നാനം നടക്കുന്നത്. കാരണം അമൃത് വീണ സ്ഥലമല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ ഒരു 12 വർഷത്തിൽ കൂടുമ്പോൾ അവിടെ ഒരു സ്നാനം നടത്തുന്നത് മഹാസംഭവമായിട്ടാണ് കരുതുക. ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിട്ടില്ലെന്നേ. ഇവിടെ മാമാങ്കം ഉണ്ടായിട്ടുണ്ടോ? അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് ചരിത്രമാണ്. അല്ലാതെ അതിന്റെ ഭാഗമായിട്ട് സ്നാനം നടത്തുക, വന്ന ആൾക്കാരൊക്കെ ഒരുപക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ കുളിച്ചു പോയിട്ടായിരിക്കാം. അതല്ലാത്ത വേറെ പരിപാടിയൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ചരിത്രം പറയുന്നത് വിശ്വാസമല്ല. ഞാൻ വിശ്വാസമല്ല പറയുന്നത്, ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇത് പറഞ്ഞല്ലേ ഒക്കൂ. നമ്മളൊക്കെ ഇനി ഇവര് പറയുന്ന വേറെ കാര്യങ്ങൾ. ഇവിടെ ഈ 3 ഇടയിൽ നിൽക്കുന്ന കുഞ്ഞിലെ മുതൽ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഭൂമിയാണ് കേരളം. ഈ ദൈവത്തിന് ചിന്തിച്ച് നടന്ന് 20 വർഷം സന്യാസിമാരുടെ കൂടെ നടന്ന് എത്രയോ കുംഭസ്നാനങ്ങൾ, എത്രയോ ഗംഗാ ആരതികളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അവിടെ തെറ്റുണ്ട്. എത്രയോ ഗംഗാ ആരതികൾ. അവിടെ തെറ്റില്ല. ഗംഗാരതി കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, പോയി കഴിഞ്ഞാൽ ഈ കൈകൊണ്ട് കൽപ്പേശ്വര ക്ഷേത്രത്തിൽ പോലും സ്വന്തമായി പൂജ ചെയ്യാൻ ഭഗവാൻ എന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിക്കുന്നത് ദൈവനിയോഗമാണ്. ഞാൻ ഈ അടുത്ത കാലത്താണ് പൂർണ്ണ സന്യാസിനിയായത്. ശേഷം ഇവിടെ എനിക്ക് ഒരു വിളി വരുന്നു, ഞാൻ ഇവിടെ വരുന്നു. കാരണം നമ്മുടെ ധർമ്മമാണത്. ധർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളത് സന്യാസിമാരുടെ കടമയാണ്. കാരണം അവര് സ്വന്തം 7 തലമുറയ്ക്ക് പിണ്ടമിട്ട്, ആത്മപിണ്ടമിട്ട്, ജീവിച്ചിരിക്കുന്ന പേരഗ്രാഹങ്ങൾക്ക് പോലും പിണ്ടമിട്ട് ഇറങ്ങുന്നത് ഈ ലോകത്തിന് വേണ്ടിയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശരി, ആയിക്കോട്ടെ. ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു നല്ലൊരു വാക്കാണ് അല്ലേ. പക്ഷെ ഈ വാക്കിനൊക്കെ തൊട്ടു മേലൊരു 3-4 സെന്റൻസ് കൂടിയുണ്ട്. അത് ഏകദേശം എനിക്ക് അറിയാവുന്നത്, നമ്പൂതിരിമാർക്ക്, ബ്രാഹ്മണർക്ക് സുഖസൗകര്യങ്ങൾ കിട്ടുമെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അതിൽ ഈ അവർക്കൊക്കെ സുഖസൗകര്യം കിട്ടുമെങ്കിൽ, അവർക്കെല്ലാം ഭൂമി സ്വന്തമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയൊക്കെയാണെങ്കിൽ എല്ലാവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു. അതായത് നമ്മൾ ഈ ബ്രാഹ്മണന്മാർ, ഉന്നതകുല ജാതന്മാരെയൊക്കെ നന്നായിട്ട് പരിചരിക്കണം, അവരെ ഏറ്റവും നന്നായി കൊണ്ടുപോകണം, എങ്കിൽ മാത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. സംഗതി അവിടെ പോട്ടെ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ. എന്തായാലും ഈ ആയ്മ പറയുന്നത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഒഴിവാക്കിയിട്ടാണ് സന്യാസത്തിലേക്ക് വരുന്നത് എന്നതാണ്. ശരിയാണ്. ജീവിച്ചിരിക്കുന്ന പേരക്കിടാങ്ങൾക്കടക്കം പിണ്ടമിട്ടിട്ട് അവരടക്കം ഭൂമിയിലില്ല എന്നൊക്കെ സങ്കല്പിച്ചിട്ടാണ് ഇവർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒന്നിനോട് ഒരു പ്രതിപത്തി ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവരെന്നെ പറയുന്ന ഡയലോഗ് നോക്കൂ. ഈ ഭാരതപ്പുഴയിൽ അന്നത്തെ കാലത്ത് സ്നാനം, കുംഭസ്നാനം എല്ലാം നടന്നിരുന്നു. ഇവിടെ നമ്മുടെ മഹാമേരുവിന്റെ ഒരെതളിന്റെ ട്രയാങ്കിളാണ് ഇവിടെ നമ്മുടെ നാവാമുകുന്ദ ക്ഷേത്രം, നേരെ അപ്പുറത്ത് നമ്മുടെ സൃഷ്ടി ആയിരിക്കുന്ന ബ്രഹ്മാവ്, അപ്പുറത്തെ ശിവൻ. അത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കൊരു ട്രയാങ്കിളിൽ നിൽക്കുകയാണ്. ഈ 3 ഇടയിൽ നിൽക്കുന്ന ഇത്രയും സ്ഥലത്തുള്ള പുണ്യ സ്നാനം എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ തന്നെ സമാധാനത്തിനും ഐശ്വര്യത്തിനും സ്നേഹത്തിനും അഖണ്ഡമായിട്ടുള്ള ഒരു കെട്ടുറപ്പിനുള്ളതാണ്. അത് എവിടെയോ വെച്ച് നഷ്ടം വന്നു. ഞാനിതൊക്കെ വായിച്ചറിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ 271 വർഷമായെന്ന് തോന്നുന്നു അത് നിർത്തലാക്കപ്പെട്ടു. എന്റെയൊക്കെ കുടുംബത്തിന്റെ രക്തം ഇവിടെ ഒഴുകിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ചേകവരാണ്. എങ്ങനെയുണ്ട്? എന്റെ കുടുംബത്തിന്റെ രക്തം ഇവിടെ ഒഴുകിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ ചേകവരാണ്. ഇവര് തന്നെയാണ് ഈ ഒരു ഡയലോഗിന്റെ അവസാനം പറയുന്നത്. എല്ലാ കുടുംബത്തിലെ എല്ലാ രക്തബന്ധങ്ങളെയും ഒഴിവാക്കിയിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. പക്ഷെ ഇവര് സ്വന്തം കുടുംബത്തിലെ ചേകന്മാരുടെ രക്തമൊക്കെ ഈ പുഴയിൽ ഒഴുകിയിട്ടുണ്ട്. അങ്ങനെ ഒഴുക്കപ്പെട്ടൊരു
എന്താ പറയുക, നദിയിൽ കുളിക്കുന്നത് പുണ്യമാണെന്നൊക്കെ അവരെന്നെ പറയുന്നുണ്ട്. സന്യാസം ഇതൊക്കെ അവർ പറയുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തൊക്കെയായാലും പറയുന്ന കാര്യത്തിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. ചരിത്രത്തെ നമുക്ക് അങ്ങോട്ട് പച്ചയ്ക്ക് അവഗണിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ബൈ.